എല്ലാവർക്കും നമസ്കാരം. കസിംബായി ആണ് കേട്ടോ. അപ്പോഴേ തുണി കുപ്പായൊക്കെ എല്ലാവരും എടുത്തോ. പെരുന്നാൾ ഇതാ നമ്മുടെ പഠിക്കലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് തുണി കുപ്പായൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ തുണി കുപ്പായം കഴിഞ്ഞ കൊല്ലം എടുത്തതും ഈ കൊല്ലം എടുത്തതും ഒരേ ഷോപ്പിൽ നിന്നാണ്. കണ്ണൂർ നമ്മളെ കാൾടെക്സിലുള്ള, അതായത് തെക്കി ബസാറിൻ്റെ നമ്മുടെ പള്ളീൻ്റെ ഒക്കെ ഫ്രണ്ടിലുള്ള സൂര്യ ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് തുണി കുപ്പായം എടുക്കൽ. ഇപ്പോൾ അവിടുന്ന് അന്നേരപ്പം മാത്രമല്ല, ഞാൻ ഇടയ്ക്ക് പോട്ടെ എനിക്ക് വേണ്ട പാൻറ്റോ ഷർട്ടുകളോ അല്ലെങ്കിൽ കുട്ടിയോ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ അവിടെ പോയിട്ട് എടുക്കുന്ന കേട്ടോ. നല്ല ഡിസ്കൗണ്ടാണ്. അവർ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് റോട്ടിൽ കൂടെ വിളിച്ചു പറഞ്ഞ് പോക്കോ അവരെ പരസ്യം വെക്കലോ അല്ലെങ്കിൽ ഓരോ ബ്ലോഗർമാരെ കൊണ്ട് ബ്ലോഗ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയൊന്നും അവർക്കില്ല. ഒന്നും പോട്ടെ. ഇത് കണ്ടോ, അവരുടെ ഷോപ്പിൻ്റെ കവർ കണ്ടോ? ഈ കവറിൽ സൂര്യ എന്നുള്ളൊരു പേര് പോലും അവർ കൊടുത്തിട്ടില്ല. പിന്നെ രാവിലെ 10 മണിക്ക് കട തുറക്കുള്ളൂ, വൈകുന്നേരം 6 മണി വരെ ഷോപ്പ് ഉണ്ടാവുള്ളൂ. ഈ സമയത്തിനുള്ളിൽ നമ്മൾ പോയി മേടിച്ചോണം. 6 മണി 6:30-ക്കുള്ളിൽ ഷോപ്പ് ക്ലോസ് ചെയ്യും. എത്ര വലിയ തിരക്കാണ്, എത്ര വലിയ ബിസിനസ്സിൻ്റെ ടൈമാണ്, എന്തോ വലിയ ആഘോഷമാണെന്ന് പറഞ്ഞാലും കാര്യമില്ല കേട്ടോ. അപ്പോൾ ഈ നീല കുപ്പായൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാനിപ്പോൾ തുണിക്കടയിലോട്ട് പോകുന്നത്. എന്തായാലും ഒരു ഓട്ടോറിക്ഷ കയറി പോവുക കേട്ടോ. നമ്മളോട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ താഴോട്ട് തുപ്പി വരുന്ന ഒരു വെയിലാണ്. എല്ലാവർക്കും തന്നെ അറിയാമല്ലോ കേരളത്തിലെ ചൂടിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ പോയി 30 റുപ്യ ഓട്ടോറിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ഷോപ്പിൻ്റെ മുമ്പിൽ ചെന്ന് കയറാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തെക്കി ബസാറിൻ്റെ അവിടുത്തെ നമ്മുടെ ജുമാ മസ്ജിദ് പള്ളി. ഈ പള്ളിയിൽ നിന്നാണ് കേട്ടോ ഈ പ്രാവശ്യം എൻ്റെ ഫുള്ള് നോമ്പ് കയറാൻ കഴിഞ്ഞത്. അതിന് നേരെ ഓപ്പോസിറ്റായിരുന്നു ഈ കടയുള്ളത്. അപ്പോൾ കടയുടെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഈ പ്രാവശ്യം അത്യാവശ്യം തിരക്കും ബഹളമൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞാൻ ഒരു വട്ടം ഒരു പർച്ചേസ് കഴിഞ്ഞു. കാരണം വന്നപ്പോൾ ഭയങ്കര തിരക്കായിട്ട് കുറച്ച് തുണിയും കുപ്പായും മേടിച്ചിട്ട് ഞാൻ ഇറങ്ങി പോരുക കേട്ടോ ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള എനിക്കുള്ള പാൻറ്റ് ഷർട്ടൊന്നും മേടിച്ചില്ലായിരുന്നു. അതൊക്കെ മേടിക്കാനായിട്ട് ഒന്നും കൂടി ഞാനിവിടെ വരേണ്ടി വന്നു. അങ്ങനെ എനിക്ക് വേണ്ടിയുള്ള 2 ടീഷർട്ടും പാൻറ്റൊക്കെ മേടിച്ച് ഞാൻ ഇറങ്ങി. അപ്പോൾ അവിടുത്തെ ഷോപ്പിൻ്റെ കവർ ഞാൻ പറഞ്ഞ പോലെ കണ്ടില്ലേ, വലിയൊരു അലങ്കാരമായിട്ടുള്ള കവറൊന്നും അല്ല, സാധാരണ ഒരു തുണിസഞ്ചി. അതും അവർ 10 റുപ്യ അതിന് ഈടാക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ പരസ്യമൊന്നുമില്ല. ബോർഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അതിൻ്റെ ഫ്രണ്ടിൽ ബോർഡിനകത്ത് പോലും വലിയ തെളിച്ചില്ലാത്ത പഴയൊരു ബോർഡ് തന്നെയാണ് ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞാൽ എഴുതിയേക്കുന്നത്. കാരണം എങ്ങനെ തലകുത്തി വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തേക്ക് ജനങ്ങൾ അടിച്ച് കയറും. കാരണം അത്രയുള്ള വിലയേ ഉള്ളൂ, നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സും ഉണ്ട്. അപ്പോൾ തുണിയും കുപ്പായം മേടിച്ച് പുറത്തോട്ട് വന്നപ്പോൾ പുളിയൊക്കെ വിൽക്കുന്ന ചേട്ടനെ കണ്ടു കേട്ടോ. നല്ല പൊരുവയിലത്ത് ആ ചേട്ടൻ നിന്നിട്ട് പുളിയൊക്കെ വിൽക്കുകയാണ്. എന്താ മനുഷ്യന്മാർക്ക് ജീവിക്കണ്ടേ. അങ്ങനെ നേരെ ഞാൻ വന്നത് പഴയ ബസ് സ്റ്റാൻഡിലോട്ടാണ്. കാരണം എൻ്റെ മുടിയും കൂടി ഒന്ന് മുറിക്കുക. എന്തായാലും പെരുന്നാൾ സ്ഥിതിക്ക് ഒന്നുകൂടി മുടിയൊക്കെ മുറിച്ച് ലെവലാക്കി എടുക്കണം. അതിൻ്റെ പഴയ ബസ് സ്റ്റാൻഡിൽ നമ്മൾ നേരെ മുടി വെട്ടുന്ന കടയിലോട്ട് പോകുക കേട്ടോ. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്താ പറയുക, നേരെ ഒരു ഇടവഴി കൂടെ പോകാനുണ്ട്. ആ വഴിയെല്ലാം കടന്നിട്ട് ഇതാ ഇവിടെയാണ് നമ്മൾ മുടി വെട്ടുന്ന കട. അഡക്സ്ന്നോ എന്താണ് ആ തുണിക്കടൻ്റെ പേര്. അങ്ങനെ അവിടെ പോയി ഓൻ്റെ അടുത്ത് ഇരുന്ന് മുടി വെട്ടിട്ടോ. ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം സംസാരിക്കുന്ന ഒരു മുടി വെട്ടുകാരൻ ഇവിടെ അല്ലാണ്ട് ഞാൻ കണ്ണൂർ വേറെ എവിടെ ചെന്നില്ല. ഹിന്ദിക്കാരടുത്ത് പോയി തല വെച്ചു കൊടുക്കുകയും ചെയ്യും. അവർ പറയുന്നത് എനിക്കും മനസ്സിലാവില്ല, ഞാൻ പറയുന്നത് അവർക്കും മനസ്സിലാവില്ല. അങ്ങനെ പൊരുവേലത്ത് പുറത്തിറങ്ങിയപ്പോൾ അതാ ഒരുപാട് കച്ചവടക്കാരിറങ്ങിയിട്ടുണ്ട്. വിഷു ആയതുകൊണ്ട് തന്നെ മൺകലങ്ങൾ, അതുപോലെ തന്നെ ഇതുപോലത്തെ ചട്ടിയും പാത്രങ്ങളൊക്കെ പറഞ്ഞാൽ കുറേ സാധനങ്ങൾ, പിന്നെ വള മാല അങ്ങനത്തെ കുറേ പ്ലാസ്റ്റിക് പാത്രങ്ങൾ. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ട് പ്ലാസ്റ്റിക് കടയിൽ നിന്ന്. അങ്ങനെ ചേട്ടൻ എന്താ വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള 1-2 വള ഫ്രീ ആയിട്ട് എനിക്ക് തന്നു കേട്ടോ ഇതിൽ നിന്ന്. അപ്പോൾ ആ ചിപ്പക്കുട്ടിക്കും ചിപ്പാനൊക്കെ കൊടുക്കുകയും ചെയ്തു. അവർക്ക് കറക്റ്റ് പാകമായി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് വന്നപ്പോഴാണ് ഈ ലൈനിലുള്ള കച്ചവടക്കാരെയും കണ്ടത്. കാരണം വെച്ചാൽ വിഷുവിൻ്റെ പെരുന്നാളിനെ പ്രമാണിച്ച് നമ്മളെ കണ്ണൂർ സ്റ്റേഡിയത്തിലാട്ടോ ഈ കച്ചവടം വന്നിരിക്കുന്നത്. കാരണം ചെറിയൊരു ലാഭം പ്രതീക്ഷിച്ച് വരുന്നത്. അപ്പോൾ പൊരുവയിലത്ത് വേഗം ഓപ്ഷൻ കയറി റൂമിലെത്തി. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ എന്തായാലും കസീം ഭായിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു ലൈക്കും തരണം കേട്ടോ. എല്ലാവരോടും ടാറ്റാ.